His holy name. Sing like never before. Oh, my soul, I worship your holy name. The sun comes up, it's a new day drawing. It's time to sing His song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before. Oh my soul, I worship your holy name. അത്യുന്നതങ്ങളുടെ ദൈവത്തിന്റെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യേകിച്ചും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അതിനുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുകളോടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കൂതശിയായ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിലെ അംഗമായി തീരാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തി തരണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ നിക്കോളിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ പാഠങ്ങളിൽ നിന്ന് ഈ ശിശുവിന് ഞങ്ങളുടെ നിക്കോളിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. ആമേൻ. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഉണ്ണീശോയുടെ പരിച്ഛേദത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. അങ്ങേ മോശയുടെ നിയമമനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിനെ സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞൂരായ ഓരോ ആൺകുട്ടിയും കർത്താവിനെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയിരുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരുന്നു. നമുക്കെല്ലാവർക്കും വിശ്വസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. മാമോദീസ പ്രദാനം ചെയ്യുന്ന വരപ്രസാദത്തിൽ നിക്കോളിനെ എന്നും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിക്കോളിനെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ സംപ്രീതിയിൽ വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിക്കോളിന്റെ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിക്കോളിനെ ജ്ഞാനസ്നാനം നൽകുന്ന വൈദികനും ശുശ്രൂഷികൾക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുക്കളുടെ സ്നേഹിതനായ മിശിഹായെ, ശിശുവായി പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളുടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഈ ഓമന ശിശുവിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കണമേ. ഈ ഉണ്ണിക്ക് നൽകുവാൻ പോകുന്ന അന്ന എന്ന വിശുദ്ധ നാമം സൂചിപ്പിക്കുന്ന എല്ലാ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിൻ്റെ കാരണവരായ വിശുദ്ധയുടെ പുണ്യവതിയുടെ മാതൃക അനുസരിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ നിക്കോളിനെ സഹായിക്കണമേ. കാവൽമാലാഖയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ ഉണ്ണിക്ക് ലഭിക്കുമാറാകട്ടെ. ഈ നിക്കോളിൻ്റെ ജനനത്തിലും വളർച്ചയിലും താല്പര്യവും സന്തോഷമുള്ള എല്ലാവർക്കും, വിശേഷിയ ഈ കുടുംബത്തിനും ഈ നിക്കോൾ എന്നും അഭിമാന സ്തംഭമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും. ആമേൻ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ ജീവനെ നിത്യപ്രകാശകനെ, അവതാരുണവിൻ്റെ പനിനീരു തൂകി അഭിരാമൊഴുകി വരൂ, മനസൂതവാരിതി വരവേ
നാഥ എൻ ജീവനേ നിത്യ സഹായകനേ. മോനെ കുറിച്ച് പ്രധാനപ്പെട്ട കുദാശകളിലേക്ക് പ്രവേശിക്കുകയാണ്. മാമോദീസ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുദാശയാണ്. കുദാശയിലൂടെ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളായിട്ട് തീരാണ്. പാപത്തിൽ നിന്നും പാപത്തിലൂടെ വന്ന മരണത്തിൽ നിന്നും തിന്മയുടെ എല്ലാ ആധിപത്യത്തിൽ നിന്ന് കുഞ്ഞിന് വിടുതൽ ഈശോ കൊടുത്താണ്. ഒപ്പം 3 കുദാശകൾ നമ്മൾ ഒരുമിച്ച് കൊടുക്കും. മാമോദീസ ശൈലലേപനം, അതുപോലെ ഈശോയുടെ തിരിച്ചരീരം രക്തം, 3 ഒപ്പം ഗോഡ് പേരൻസ് പ്രധാന ഉത്തരവാദിത്വം നമുക്കാണ്. ഈ കുഞ്ഞിനെ സ്വർഗത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞിനെ ദൈവം തന്നതിന് നന്ദി പറയാം. ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം ഉദ്ദേശിച്ച് വന്നിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അനുഗ്രഹത്തിൽ ചേർക്കുകയും പ്രസാദകരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കുദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ വിളിക്കുന്നതായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ചലിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവി തേടുന്ന മാൻപേടെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു, ഞാൻ എപ്പോൾ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുള്ളുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്റെ അനുഗ്രഹം ഭക്ഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക, രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ജലത്താലും ആത്മാവിനാലും ചലിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് വിളിച്ചത് കർത്താവേ, നിന്റെ കാരുണ്യമേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി തീരുവാനുള്ള ഈ ദാസിയുടെ കുദാശ സ്വീകരണം വഴി ആത്മീയ ശാരീരികമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ദാസിയോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ?
ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ന മുദ്രിതയായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെല്ലാം പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒരുവരുടെത്തുന്ന സഭയെ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സിദ്ധാവുമാകുന്നു. പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നിബദ്ധതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളും മദ്രസകളും ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാണ് ശരീരങ്ങൾക്ക് പരിഹരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമളിക്കുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് ലേഖനം അധ്യായം 3:26 മുതൽ 29 വാക്യങ്ങൾ. കർത്താവേ, ആശീർവദിക്കാൻ സഹോദരങ്ങളിലേക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തു ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവുള്ളവരാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം വാക്യങ്ങൾ 1 മുതൽ. പരിസയ്യരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഈശോ പ്രതികരിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. മാമോദീസ വഴി ദൈവത്തിലെ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം പ്രവേശിക്കാൻ സാധ്യമെന്ന് നടിച്ച കർത്താവേ, മാമോദീസയുടെ വീട്ടിൽ ജനിച്ച് ദൈവപുത്രനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോർദാൻ നദിയിൽ മാംസം സ്വീകരിച്ച് വിനയത്തിന് മാതൃക കാണിച്ച കർത്താവേ, ദൈവത്തെ നിലവിട്ട് ജീവിക്കാനുള്ള കൃപാവരം ഈ രാശിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുതുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ശിശുവിനെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇവരുടെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുശ്രേഷ്ഠമറിയിച്ച് ശിക്ഷപ്പെടുത്തി മാമോദീസ ജനിപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തെക്കന്മാർ വേണമേ. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആരോഗ്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയുടെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേരുന്നു. നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികരണം ചെയ്യുന്ന ഈ വിഷ്ണുദാസം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിനെ ജീവിതത്തിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സർവ്വത്തിന്റെ എന്നേക്കും. വിശ്വാസപ്രമാണം നമുക്ക് ഉച്ചസ്വരത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും യോഗ്യനാണെന്ന് പിതാവിനായ എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ വിശ്വാസിയായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ സഹോദരരെ, ദേവിക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരിഗണനത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ചുകൂടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിതം ചെയ്യുവാനും നീതിനായ ദാസനെയും തിരഞ്ഞെടുത്തല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോഗ്ദാനം വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശായ എല്ലാവരെയും പരിഗണന ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവിനെ പ്രാർത്ഥനകളിലൂടെ അപേക്ഷിക്കാം. പ്രാർത്ഥനാ ശിശുവെന്ന പോലെ ഈ ദാസിക്ക് പരിശുദ്ധാത്മാവ് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നടന്ന് വിശ്വസ ജീവൻ നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസം ഉറച്ചു അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇവിടെ ശക്തിയാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവിടെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ
ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൾ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കുവാനും ഇവൾ ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് ഗോഡ് പേരൻസ് ഉത്തരം പറയാം. വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം പകരുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റില്ല, സാധിക്കുന്നവർ ഒത്തുകൊടുത്തില്ല. പരിശുദ്ധമാവ് കുഞ്ഞിൻ്റെ മേൽ ഇറങ്ങി വരാൻ പ്രാർത്ഥനയാണ്. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിനാൽ കാരണയും ഈ ദാസിയും മുമ്പിലാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായ ദൈവം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ കാലത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹന്മാരുടെയും അവരുടെ കൈവപ്പടി പരിശുദ്ധാത്മാവിന്റെ ദാനമെന്നും സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവ്യദാനം അങ്ങയുടെ ആശിച്ച് നൽകുന്നതിന് എളിയവനായ യോഗ്യനാക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസയിലൂടെ തിരിച്ചനുഭവം മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ ഉദ്ധൃതയാക്കണമേ. ആഭാവിനാവെ അംഗീകരിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശുദ്ധദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രൻ പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച അന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രചരിക്കുവാൻ ഇവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി അന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവൻ്റെ കിരീടം അണിയിക്കപ്പെടുന്നു.
പ്രാവശ്യം ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ നിർദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർത്തണം, ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളവരാണെങ്കിലും കരഞ്ഞവർ ക്ഷമിക്കണം. മഹോന്നതയുമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ബന്ധിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതിരങ്ങളെ പോത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മലക്കഥയിലും പ്രസന്നബന്ധത്തിലും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വൃത്തപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീടുവാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ജീവിക്കാൻ ദൈവത്തെ ഞങ്ങൾ പ്രവർത്തിക്കുകയും നമ്മെ ശീലിപ്പിക്കുന്ന കൃപാവരം അവിടുത്തെ കാരണത്താൽ സഹോദരനെ സുഹൃത്തുക്കളുടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. Oh
കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ ഈ ശിശുവിനെ കഴുകി വിശദീകരിച്ചവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാൽ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ വാഗ്ദാനം ഈ ദാസിയിൽ നിറവേറ്റിയതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സമ്മതമാക്കിയതിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവുത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർയോസേപ്പിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ സ്വാമിയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ വിശുദ്ധരുടെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതിയായ വിശുദ്ധയുടെ ജീവിത മാതൃക ഇവൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സ്ഥലത്തിന്റെ എന്നേക്കും. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തപുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിനിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ സ്വസ്തി. Oh
We crossed our desires, we crossed our eyes, in tokens, in charms, in smoke, in kind. We spent it all, we buried our cause, we straightened our spine. Swayed and fettered, swooned and crowned, even the bliss is pain somehow. I read up on glances and tethered to chances, eloped with the sound. How did you perceive me? And how did you complete me? Cold shoulders apart, sway into my arms, slip into my heart. I stumbled with grace in my stride, I corded my hopes to one side. I slipped on my swerves, I balanced on curves, I slowed down my ride. Oh, when you were faded, you looked away. Oh, when you were spoken, when you refrained, I called in my favors, I called in my troops, I left you alone. Tired of being only the rain, the sun, the lonely. Cold shoulders apart, sway into my arms, slip into my heart. Tired of being only the rain, the sun, the lonely. Cold shoulders apart, sway into my arms, slip into my heart. Sway into my arms, slip into my heart. Sway into my arms, slip into my heart. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കുദാശയായ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ, അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മൗതിക ശരീരത്തിലെ അംഗമായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തിത്തരണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സുവിശേഷ വായന. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവായ ശിംഷായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ ശിംഷായ്ക്ക് സ്തുതി. ഉണ്ണീഷയുടെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപേ ദേവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ
നിയമമനുസരിച്ച് മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിനെ സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കഠിനവുലായ ഓരോ ആൺകുട്ടിയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാലുകളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയിരുന്നു. നമ്മൾ കർത്താവായ മിശിഹായ്ക്കും സ്തുതിയും സഹോപ്രാർത്ഥന. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. മാമോദിസ പ്രദാനം ചെയ്യുന്ന വരപ്രസാദത്തിൽ ഈ ശിശുവിനെ എന്നും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ സംപ്രീതിയിൽ വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശിശുവിൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശിശുവിന് ജ്ഞാനസ്നാനം നൽകുന്ന വൈദികനും ശുശ്രൂഷകൾക്കും എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുക്കളുടെ സ്നേഹിതനായ മിശിഹായെ, ശിശുവായി പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഈ ഓമന ശിശുവിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗരാജ്യത്തിന് അവകാശമാക്കണമേ. ഈ ശിശുവിന് നൽകുവാൻ പോകുന്ന വിശുദ്ധ നാമം അന്ന എന്ന നാമം സൂചിപ്പിക്കുന്ന എല്ലാ നന്മകളും അന്നപുണ്യവതിയുടെ എല്ലാ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിൻ്റെ നാമകരണനായ വിശുദ്ധയുടെ അന്നപുണ്യവതിയുടെ മാതൃകയനുസരിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ശിശുവിനെ സഹായിക്കണമേ. കാവൽ മാലാഖയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ ശിശുവിന് ലഭിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിൻ്റെ ജനനത്തിനും വളർച്ചയിലും താല്പര്യവും സന്തോഷവുമുള്ള എല്ലാവർക്കും, വിശിഷ്യ ഈ കുടുംബത്തിനും ഈ ശിശുവെന്നും അഭിമാനസ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സന്തോഷം നിറഞ്ഞ ദിവസത്തിൽ കുഞ്ഞിനും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയൊരു ഭക്തിഗാനം ആലപിക്കുകയാണ്. എല്ലാവരും അതിൽ വരുന്ന കുറവുകളൊക്കെ ക്ഷമിക്കുക. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം, യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം, വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം, നീ എൻ്റെ മാനസം കൂകുകില്ലേ,
നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? നീ എൻ്റെ മാനസം പോകില്ലേ? നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? യേശുവിൻ്റെ നാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. യേശുവിൻ്റെ ദിവ്യനാദം, ഹൃത്തടത്തിൻ ജീവജലം, യേശുവിൻ്റെ ദിവ്യനാദം, ഹൃത്തടത്തിൻ ജീവജലം, ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം, യേശുവിൻ്റെ നാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. താങ്ക് യു. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും എന്ന് മാർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രകാശമാകുന്ന മിശിഹ നമുക്ക് രക്ഷയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിതെളിക്കൽ ചടങ്ങിന് നമുക്ക് കുടുംബക്കാരെ ക്ഷണിക്കാം. This light symbolizes the child entering the first step into a spiritual journey. To love
to love you. It's the best thing that I'll ever do. I get to love you. It's a promise I'm making to you. Whatever may come, your heart I will choose. We all have an entertainment, and we're going to invite Andrea and Lloyd onto the stage. When I heard you and he was screaming out all control, all I can think about is no, 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 he won't hurt the one I kept for so long, long. And no, I know we're done and now it's none of my concern, but how can to be winding up from all we've seen going down? Just makes me feel that what we had was real. Could it be or certainly? Oh, oh, baby, baby, listen to your heart won't let you down, 'cause you should be my lady. Now that we're all our love will show how. Like carries on, never felt so strong, like it lead us to a happiness never ending. If we just know that we be
I never let it go. To point I'm reaching though and making you uncomfortable. What didn't it say you was unacceptable? You claimed everything was okay, that's impossible. Just know I'm here for you, I'm clean for you from night to sun. God, I've been near to you, the feel of you gives me a rush. It makes me feel that what we have is real. It can never be too late, oh yeah, yeah. Baby, listen to your heart, won't let you down, 'cause you should be my lady. Now that we're our love will show how, like carries on. Never felt so strong, like you lead us to our happiness never ending. If we just know that we belong to each other, never worry, go as we go. See you in your wedding dress, I can see you in your wedding dress. I see you walking down with your dress, I can see you in your wedding dress. Oh yeah. Baby girl, you won't regret. Come along, just take my hand. Let's start this journey, living life so beautiful. This happy home that we spend love and see it goes deeper, so deep from my heart. Never felt so strong, like you lead us to our happiness never ending. If we just know that we belong to each other, never worry, go as we go. See you in your wedding dress, I can see you in your wedding dress. Wedding dress, never let go. I can see you, never let go. Oh yeah, I can see you in your wedding dress. Wedding dress, never let go. I can see you, never let go. Oh yeah. ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയൊടിന്നു ഞാൻ പാത്തിരിപ്പൂ എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയൊടിന്നു ഞാൻ പാത്തിരിപ്പൂ എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ കഥനം തിങ്ങുമെൻ കൂടാരവാതിൽക്കൽ അരുണതൻ കടാക്ഷമാ ഒന്നണയൂ കഥനം തിങ്ങുമെൻ കൂടാരവാതിൽക്കൽ അരുണതൻ കടാക്ഷമാ ഒന്നണയൂ പങ്കില നിമിഷങ്ങൾ മറന്നിടാ ഞാനിനി ചാരെ വരുന്നു ഞാൻ വിരുന്നൊരുക്കാൻ നിനക്കായി വിരുന്നൊരുക്കാൻ എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ
സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവെക്കാം. സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവെക്കാം. കൈവിരൽ തുമ്പൊന്ന് നീട്ടിനി എന്നോട് അന്ധതയെല്ലാം അകറ്റുകില്ലേ, ഇന്ന് അകറ്റുകില്ലേ, അകറ്റുകില്ലേ. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനാൻ കാത്തിരിപ്പൂ. എന്നാമമൊന്നു നീ വിളിക്കുവാനായി ആശയൊടിന്നു ഞാൻ പാത്തിരിപ്പൂ. എന്നാമമൊന്നു നീ വിളിക്കുവാനായി ആശയൊടിന്നു ഞാൻ പാത്തിരിപ്പൂ. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനാൻ കാത്തിരിപ്പൂ. ഉണ്ണിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവുകയാണ് രണ്ടമ്മമാർ. യേശുവേ
Next is a quiz by Hara Chechi about Nicole. So, എല്ലാവരും അതിന് ഉത്തരം പറയാൻ നോക്കാം, okay? ഹലോ, ഇത് നിക്കോളിനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് 5 questions ആണ്. ജസ്റ്റ് 5 questions. ഫസ്റ്റ് വൺ ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയാൻ താല്പര്യമുള്ളവർ കൈ പൊക്കാം. വാട്ട് ഈസ് സ്പെല്ലിംഗ്, റൈറ്റ് സ്പെല്ലിംഗ് ഓഫ് നിക്കോൾ? ഗ്രൂപ്പായിട്ട് പറയരുത്, ഒറ്റയ്ക്ക്. ഇത് ആക്ച്വലി ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. കൈ പൊന്തിച്ച ആളാണ്. Okay, it's right. Date of birth. 5 questions. Date of birth of Nicole. Anybody want to answer? 5th November 2024. There's a slight change. Near 4th November. You have to hands up. Only answer if you know. So it's 4th November. Baptism name. I have to stop this quiz because you have to answer by putting hands up. ഗ്രൂപ്പില് ഒരുമിച്ച് പറയരുത് കേട്ടോ, ഒറ്റയ്ക്ക് കൈ പൊതിച്ച് വേണം. This is a guess. Approximate weight when she was born. You can guess. Anyone can guess. 2.6. Yeah, everyone can say. 2.3. Anybody else want to say? Anybody? So, people did 1.2.6066. So, Saumya Chechi wins. Please give a round of applause, guys. Please give a round of applause. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഞാനൊരു സ്റ്റോറി ലൈൻ മാതിരി ഒരു ചെറിയ ക്ലൂ മാതിരി കൊടുക്കും. അതിനനുസരിച്ച് സിനിമ പേര് പറയണം. സോ ഈ ഗെയിം നടക്കുന്നതിനിടയ്ക്ക് ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ, കൊച്ചിന്റെ മുഖം ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് സിനിമ പേരിൻ്റെത് ഒരു ഫ്രണ്ട് ഗ്രൂപ്പ്. വൺ ഓഫ് ദ ഫ്രണ്ട്സ് ഈസ് ഗെറ്റിംഗ് മാരീഡ്. ഒരു ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോവാ. ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ കല്യാണത്തിന് മുമ്പ് അടിച്ച് ബോധമില്ലാണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. കൈ പൊക്കിയിട്ട് ഒന്ന് ഉത്തരം പറയണേ. അല്ല അല്ല അല്ല, ഹണിബി. കറക്റ്റ് കറക്റ്റ്. കുടമുല്ല പൂവിരിഞ്ഞോ, അതിലായിരം ആശകളാലൊരു പൊന്മഴ നീയും തേൻവണ്ടു ഞാൻ. മലരേ തേൻവണ്ടു ഞാൻ, ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ല പൂവിരിഞ്ഞോ, അതിലായിരം ആശകളാലൊരു പൊന്മല നീയും തേൻവണ്ടു ഞാൻ. മലരേ തേൻവണ്ടു ഞാൻ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. ഇനി നേരമെന്തിനും തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. വരമഞ്ഞ
തിങ്കളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. ഉറങ്ങണ്ടേ? ശാന്തമീ രാത്രിയിൽ ഗോഷ്ഠാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാരിഗോഷ്ഠാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. തച്ചടും നഗരവീരങ്ങളിൽ ശാന്തമീ രാത്രിയിൽ വാദിഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ഒരു ട്രയല് വേണോ? വേണ്ട. ഓക്കെ, സെറ്റാണോ? മാറ് മാറ്. ഐഡൻ ഐഡൻ എല്ലാരും മാറ്. റെഡി, സ്റ്റാർട്ട്, ഗോ. ജോമോന് ചെയ്ത് ഭയങ്കര പ്രാക്ടീസ് ആണ് തോന്നുന്നു. ഓ ബോയ്. ആരാൻ ചക്കു, ആരാൻ ജോസഫ് ഫസ്റ്റ്. ഇത് ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ കപ്പും ഗ്ലാസും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അവര് പ്രാക്ടീസ് ആയിരുന്നു. ജോസഫ് പെട്ടെന്ന്. താങ്ക് യു. കുഞ്ഞു ജനങ്ങൾക്ക് കളിക്കണോ? ബലൂൺ വീർപ്പിക്കില്ല. ഓക്കെ ഓക്കെ. ഇല്ല, എല്ലാവർക്കും മിഠായി പറക്കലുണ്ട്. വലിയ വലിയ ഭാരിച്ച ഗെയിംസ് ഉണ്ട്. ഒരു 3 ബലൂൺസ് കൊടുക്കുക എല്ലാവർക്കും. ശങ്കു നീയും. ജോസിന് 3 ബലൂൺ. ജോമോൻ. എടാ നിനക്കുണ്ട് ജോസഫ്, നിനക്കുണ്ട്. അത് കുഴപ്പമില്ല, കൊടുത്തു കഴിഞ്ഞിട്ട് നിനക്ക് എടുത്താൽ മതി. എന്നാ ശരി. അപ്പൊ ഞാൻ സ്റ്റാർട്ട് പറയും. 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബലൂൺസ് വീർപ്പിച്ച് കെട്ടണം നിങ്ങൾ. മിനിമം ഒരു വലുപ്പം വേണം, എന്നിട്ടാണ് വീർപ്പിച്ച് കെട്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ക്യാൻസൽ ആവും. റെഡിയാണോ? കഴിഞ്ഞാണ് ജോമൻ ജസ്റ്റിനാണ് പോയത്. റെഡി അല്ലേ? ഓക്കെ, ഓൺ യുവർ മാർച്ച്, റെഡി സെറ്റ് ഗോ. ഒരു കയ്യടി കൊടുത്തേ സോമി ചേച്ചി. കമാ, ഒരു കയ്യടി. ഫസ്റ്റ് ബലൂൺ അല്ലേ? ഓക്കെ, ലാസ്റ്റ് 10 seconds. Done. അപ്പൊ ജോസ് ജയിച്ചു. ബലൂൺ വീർപ്പിക്കണേലെ ഏറ്റവും മിടുക്കൻ ജോസാണ്. നമുക്ക് ക്രിസ്മസിന് ഇനി ജോസിന് ബലൂൺ വീർപ്പിക്കാൻ എടുക്കാം. സമ്മാനം കൊടുക്കൂ. സമ്മാനം ഇല്ലേ? ഫസ്റ്റ് ഗെയിമിന്റെ വിന്നേഴ്സ് ഹാരിം ശംഖു ആണ്. ഹാരിം ജോസഫ് ആണ്. ഫസ്റ്റ് ഗെയിമിന്റെ വിന്നേഴ്സായ ജോസഫും ഹാരിയും സ്റ്റേജിലേക്ക് വരണം. നല്ല കൈഡിയോടെ ഇവർക്ക് തന്നെ കിട്ടി. ുള്ളിൽ ഏറ്റവും കൂടുതൽ മിഠായി പറക്കുന്ന ആൾക്കാർ മിഠായി മൊത്തം എടുത്തുകൊണ്ടു പോകും. നാട്ടു പറയുമ്പോഴേ പറക്കാം കൂട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പറക്കിക്കോ പറക്കിക്കോ. ഓക്കെ, ടൈം അപ്പ്. നിനക്ക് എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12 കിട്ടി. 4 കിട്ടിയോളൂ. 1 2 3 4 5 6 7 8 9 10 11 1 2 3 4 5. അപ്പൊ ഫസ്റ്റ് പ്രൈസ് അപ്പൊ പാർട്ടിസിപ്പേഷൻ പ്രൈസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കിഡ്സിനും ഒരു സമ്മാനമുണ്ട്. ഫസ്റ്റ് കിട്ടിയവർക്ക് കുറച്ച് നല്ല സമ്മാനം കൊടുക്കണേ.
സമ്മാനം പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. എനിക്കിലെ ഒന്ന് കയറി വരും. സമ്മാനം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. യെസ്, സ്വാമി ചേച്ചി ഒരു സമ്മാനം കൂടി വേണോ? പെട്ടെന്ന് സിമ്പിൾ കളിയാണ്. കളിക്കണില്ലേ? ശ്വാസമുട്ട് ഇല്ലാത്തവർക്ക് സുഖമായിട്ട് കളിക്കാവുന്ന ഗെയിമാണ്. ഗെയിം ഹാര എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ സിമ്പിൾ ഗെയിമാണ്. വെറുതെ ലക്കിന്റെ ബേസിലുള്ള ഗെയിമാണ്. എന്റെ 6 ഫ്ലവേഴ്സ് ഉണ്ട്. അതില് നമ്മൾ പറയുന്ന കളർ ചൂസ് ചെയ്യണം. കണ്ണടച്ചിരിക്കണം എല്ലാവരും. കണ്ണടച്ച് ചൂസ് ചെയ്യാൻ കണ്ണടച്ചിരിക്കണം. ചീറ്റിംഗ് ഇല്ല. ഞാൻ ഒന്നും കിട്ടുന്നില്ല കണ്ണില്. എന്നാലും ഓക്കെ, ഗെയിം ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാരും കണ്ണ് ബ്ലൈൻഡ് ഫോൾഡഡ് ആയിരിക്കണം. കണ്ണടച്ചു വെക്കണം. ഫോൾസ് ഇല്ല നമ്മുടെ ബ്ലൈൻഡ് ഫോൾസ് ഇല്ല. കണ്ണടച്ചിട്ട് ഹാര കുറച്ച് ഫ്ലവേഴ്സ് തരും. അതില് ഹാര പറയുന്ന ഫ്ലവർ ആരാണോ തൊടുന്നത് അവർക്ക് പ്രൈസ്. അങ്ങനെയല്ലേ? എല്ലാവരും കണ്ണടച്ച് നിൽക്കണം. ചീറ്റ് ചെയ്യരുത്. ചീറ്റ് ചെയ്യില്ലെന്ന് ഫ്ലവേഴ്സ് ഞങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഫസ്റ്റ് ഫ്ലവർ. കണ്ണടക്കി. എവരിവൺ ക്ലോസ് യുവർ ഐസ്. ഫസ്റ്റ് വൺ ബ്ലൂ ഫ്ലവർ. അവന്റെ കണ്ണു കുത്തിയാവില്ലേ? കണ്ണടച്ചോ? ഇല്ല, ഞങ്ങൾ വരുമ്പോ പറയും. ഫസ്റ്റ് ശങ്കുടെ അടുത്താണ് ബ്ലൂ ഫ്ലവർ തൊടുക. ഓൺലി വൺ സിംഗിൾ ഫ്ലവർ. ഓക്കെ, ശങ്കുടെ ഏതാ? ശങ്കു അത് എടുത്തോ. യു ക്യാൻ ടേക്ക് ദാറ്റ് ഫ്ലവർ. നീ തുറന്നു നോക്കിക്കോ. നിന്റെ തെറ്റാണ്. നെക്സ്റ്റ് വൺ ഹാരയുടെ സിസ്റ്റർ ആണ്. സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് കറക്റ്റ് ഫ്ലവർ എടുക്കുമെന്ന് മിക്കവാറും ചാൻസ് ഉണ്ട്. ബ്ലൂ ഫ്ലവർ. No, you will get it. Pick one. Last 10 seconds. Yeah. തെറ്റാണ്. Out. ഇല്ല എത്തിയിട്ടില്ല. ശിഖ എത്തുമ്പോ പറയാം. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. വിത്തിൻ 10 seconds. 1, 2, 3, 4, 5, 6. ഓക്കെ, കണ്ണുറന്നോളൂ. എടുത്തു വെച്ച് മാത്രം. ഓക്കെ, തിരിച്ചു പോവാം. And next is Shikha. Okay. Blue color ആണ് എടുക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, കണ്ണുറന്നോളൂ Shikha. Oh. And next is Nikhila. കണ്ണടച്ച് ചുട്ടുപോയിട്ട് പറപ്പിക്കുന്ന ആളാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and you have taken it. Correct color ആയി പോയി, തെറ്റിപ്പോയി. യാ, അപ്പൊ ഇതിലെ വിന്നർ ആരാണ്? സിക. Oh my God. Wow, that was a good one. അടുത്തായി ജോസഫ്. എല്ലാരും ജോമോനിട്ടാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സോമി ചേച്ചി. Come on, സോമി ചേച്ചി. Wow, nice, അടിപൊളി. ബാറ് ഭയങ്കര ഹൈ ആയി സെറ്റായി. അടുത്തായിട്ട് okay, nice. Wow, അടിപൊളി. Next is Pipo. നല്ലൊരു ഐഡിയ കൊടുക്കാം. Oh, good one. Next is Nikhila. Oh. Wow. Oh, nice. അടുത്തായിട്ട് ജോമൻ. Last but not the least, ജോമൻ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓ, കണ്ണാടി ഉള്ളവരും രക്ഷപ്പെട്ടു. അടിപൊളി. ഓ മൈ ഗാഡ്, ടു ഗുഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇതെല്ലാവർക്കും സമ്മാനം കൊണ്ടോട്ടോ. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഇത് കുറച്ച് പ്രൊഫഷണൽ ആയി പോയി എന്ന് സംശയമുണ്ട്. ഒരു സീരിയസ് ആയിട്ട് എടുത്തു എന്ന് നല്ല സംശയമുണ്ട്. ശംഖു, ഹാര, ഉള്ള ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി ഫൺ. നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അത് കാരണമാണ് ഇത്രയും ഫണ്ണായത്. താങ്ക് യു സോ മച്ച് ഹാര ആൻഡ് ശംഖു ഫോർ ഹോസ്റ്റിംഗ് ദിസ് ഇവന്റ്.
ഇനി അടുത്തായിട്ട് നമ്മളൊരു പാട്ട് പാടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള് വളര് കൈ വളര് തങ്കപ്പൂങ്കാൽ വളര് താഴമ്പോ നീ വളര് നാളേക്കൊരു നിധിയല്ലേ നീ കൈ വളര് തങ്കപ്പൂങ്കാൽ വളര് താഴമ്പോ നീ വളര് നാളേക്കൊരു നിധിയല്ലേ നീ മാനത്തെ അമ്പലിത്തെല്ലുപോലെ മാറത്തിരിക്കും കുഞ്ഞുപോലെ അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള്. നിന്റെ ചിരിമഴ നനഞ്ഞപ്പോഴാടി ഓടി ബല്ലേ ബല്ലേ നിന്റെ കവിളിൽ തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്